അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺ പേജ് നമ്പർ 142, അതായത് 142ാമത്തെ പേജിലാണ് കിങ്ഡം ആൻഡ് ദെയർ പെക്യൂലിയാരിറ്റീസ് എന്നുള്ള പാഠഭാഗമാണ്. ഏതാണ് കിങ്ഡവും ആൻഡ് ദെയർ പെക്യൂലിയാരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. കിങ്ഡങ്ങളും അവയുടെ സവിശേഷതകളും. ആ കിങ്ഡവും അതിൻ്റെ സവിശേഷതകളും എന്നുള്ളതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്ടീരിയയും ആർക്കിയയും അനിമേലിയയെയും കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തിലുള്ള ജീവജാലത്തെക്കുറിച്ചാണ്. ഓക്കെ, പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ആ പേജ് നമ്പർ പുസ്തകം തുറന്ന് ആ പേജ് എടുത്ത് വെച്ചിട്ട് വേണം ഈ ക്ലാസ് കേൾക്കുവാനായിട്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, എ പ്രൊട്ടിസ്റ്റ ഈസ് എ യുക്രിയോട്ടിക് യൂണിസെല്ലുലർ ഓർഗാനിസം. അപ്പം ഈ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് എന്താണ്? ഒരു യുക്രിയോട്ടിക് യൂണിസെല്ലുലർ ഓർഗാനിസമാണ്. ഈ പ്രൊട്ടിസ്റ്റയുടെ പ്രത്യേകത എന്താണ്? പ്രൊട്ടിസ്റ്റ ഒരു യൂക്രിയോട്ടസ്, അതായത് യൂക്രിയോട്ടിക് യൂണിസെല്ലുലർ ഓർഗാനിസമാണ് എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. ജനറലി ഇറ്റ് ഈസ് അക്വാട്ടിക് ആൻഡ് മൈക്രോസ്കോപ്പിക്. സാധാരണ ഇവ എങ്ങനെയുള്ളവയാണ്? അവ അക്വാട്ടിക് ആണ്, അതായത് ജലത്തിൽ ജീവിക്കുന്നവയാണ്. മൈക്രോസ്കോപ്പ് കൊണ്ടാണ് അവയെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇറ്റ് ഹാസ് എ ന്യൂക്ലിയസ്. അതിനെന്താണുള്ളത്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, രണ്ടാമതായിട്ട് പ്രൊട്ടിസ്റ്റ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ പ്ലാന്റ്. ഈ പ്രൊട്ടിസ്റ്റയെ ഒരു പ്ലാന്റ് ആയിട്ട് കണക്കാക്കുന്നില്ല, അനിമലായിട്ട് അല്ലെങ്കിൽ ഒരു ജന്തുവായിട്ട് കണക്കാക്കുന്നില്ല, അതിനെ ഒരു ഫംജെ ആയിട്ടും കണക്കാക്കുന്നില്ല. പിന്നെ എന്താണ് അവയെ ചെയ്യുന്നത്? അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന പ്രൊട്ടിസ്റ്റയെ പ്ലാന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെടിയായിട്ട് കണക്കാക്കുന്നില്ല, അനിമലായിട്ട് കണക്കാക്കുന്നില്ല, ഒരു ഫംജെ ആയിട്ടും അവയെ കണക്കാക്കുന്നില്ല. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഓക്കെ, പ്രൊട്ടിസ്റ്റ് ഹാവ് ന്യൂക്ലിയർ മെമ്മറൈൻ അറൗണ്ട് ദെയർ DNA. ഈ പ്രൊട്ടിസ്റ്റയുടെ വേറൊരു പ്രത്യേകത എന്താണ്? അവയ്ക്ക് ഒരു ന്യൂക്ലിയർ മെമ്മറൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഒരു ആവരണം. ഹാവ് എ ന്യൂക്ലിയർ മെമ്മറൈൻ അറൗണ്ട് ദെയർ DNA. അവയുടെ DNAക്ക് ചുറ്റും ഒരു ന്യൂക്ലിയർ മെമ്മറൈൻ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ആവരണമുണ്ട്. ദേ ഓൾസോ ഹാവ് അതർ മെമ്മറൈൻ ബൗണ്ട് ഓർഗനൽസ്. അതുപോലെ തന്നെ അവയ്ക്ക് കാണുന്ന മറ്റൊരു പ്രത്യേകത എന്താണ്? അവയ്ക്ക് ഒരു മെമ്മറൈനാൽ കവറപ്പ് ചെയ്യപ്പെട്ട സെല്ലിനകത്ത് വേണ്ടുന്ന ഓർഗൻസ് എല്ലാം കാണപ്പെടുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് യൂണിസെല്ലുലർ ഏകകോശ ജീവിയാണ്. അപ്പം അവയുടെ കോശത്തിനകത്ത് സെൽ ഓർഗനൽസും വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസും ഉണ്ട്. ഓക്കെ, മെനി പ്രൊട്ടിസ്റ്റസ് ആർ മ്യൂട്ടൈൽ. അതായത് മെനി പ്രൊട്ടിസ്റ്റസ് ആർ മോട്ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചലിക്കുവാൻ സാധിക്കുന്നവയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് മോട്ടൈലാണ്, അല്ലെങ്കിൽ മൂവബിൾ ആണ്, അല്ലെങ്കിൽ ചലനമുള്ളവയാണ്. ഓർ ഏബിൾ ടു മൂവ്, അല്ലെങ്കിൽ അവയെ ചലിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രൊട്ടിസ്റ്റ ഹാവ് കോംപ്ലക്സ് ലൈഫ് സൈക്കിൾസ്. അതായത് ഈ പ്രൊട്ടിസ്റ്റയുടെ വേറൊരു പ്രത്യേകത എന്താണ്? അവയ്ക്ക് വളരെ സങ്കീർണമായിട്ടുള്ള ലൈഫ് സൈക്കിൾ, ജീവിത ചക്രമാണ് ഉള്ളത്. ദാറ്റ് മേ ഇൻക്ലൂഡ് ബോത്ത് സെക്സ്വൽ ആൻഡ് അസെക്സ്വൽ റീപ്രൊഡക്ഷൻ. മറ്റൊരു പ്രത്യേകത എന്താണ്? അവയ്ക്ക് സെക്സ്വൽ ആയിട്ടും സെക്സ്വൽ അല്ലാതെയും റീപ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്തുന്നതിനായിട്ട് ഏതിന് സാധിക്കും? പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ആ കിങ്ഡത്തിലുള്ള ജീവജാലങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പ്രൊട്ടിസ്റ്റയുടെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് ക്യാൻ ബി എയ്തർ സെക്സ്വൽ ഓർ അസെക്സ്വൽ. ഓക്കെ, എക്സാമ്പിൾ ഓഫ് പ്രൊട്ടിസ്റ്റ ആർ, അതായത് ഈ പ്രൊട്ടിസ്റ്റയ്ക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? യൂഗ്ലീന എന്ന് പറയുന്ന അതിനൊരു ഉദാഹരണമാണ്. അമോബിയസ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ്. പാരാമീസിയം അതിനൊരു ഉദാഹരണമാണ്. ഡൈമോട്ടസ് അതിന് ഒരു ഉദാഹരണമാണ്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഇലിസ്ട്രേഷനിൽ നിങ്ങൾ കണ്ടല്ലോ, 6.2 ഇലിസ്ട്രേഷനിൽ പ്രൊട്ടിസ്റ്റ എന്ന ഭാഗം നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് ഏതാണ്? നമുക്ക് തന്നിരിക്കുന്ന പാഠഭാഗമായിട്ടിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംജെ എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫംഗസ് ഈസ് എനി മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് യുക്രിയോട്ടിക് ഓർഗാനിസം. അതായത് ഈ ഫംഗസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ യുക്രിയോട്ടിക്സ് ഓർഗാനിസത്തിലെ ഒരു മെമ്പർ ആകുന്നു. ദാറ്റ് ഇൻക്ലൂഡ് മൈക്രോ ഓർഗാനിസംസ്. അത് എന്തൊക്കെയാണ്? മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള ഈസ്റ്റ് മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കൂണ് വരെ, അതായത് നമുക്ക് കാണുവാനും സ്പർശിക്കുവാനും സാധിക്കുന്ന കൂണ് വരെ ഈ ഫംഗസിൻ്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവയാണ്. ദേ ഹാവ് എ പ്ലാസ്മ മെമ്മറൈൻ. അവയുടെ പ്രത്യേകത എന്താണ്? ഈ ഫംഗസിന് ഒരു പ്ലാസ്മ മെമ്മറൈൻ ഉണ്ട്. ഈ പ്ലാസ്മ മെമ്മറൈൻ എന്താണെന്നൊക്കെ ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവയ്ക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് കോംപ്ലിക്കേറ്റഡ് എൻഡോ മെംബ്രൈൻ സിസ്റ്റം. അവയ്ക്ക് ഒരു വളരെ സങ്കീർണമായിട്ടുള്ള എൻഡോ മെംബ്രൈൻ സിസ്റ്റവും ഉണ്ട്. അപ്പം നിങ്ങളൊരു പുതിയ വാക്ക് ഇവിടെ പഠിച്ചു, എൻഡോ മെംബ്രൈൻ സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ എൻഡോ മെംബ്രൈൻ സിസ്റ്റം? ഈ എൻഡോ മെംബ്രൈൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, എൻഡോ മെംബ്രൈൻ സിസ്റ്റം സെപ്പറേറ്റ് ദ സെൽ ഇൻ ടു ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റ്. അതായത് ഈ എൻഡോ മെംബ്രൈൻ സിസ്റ്റത്തിലൂടെ ഈ കൂണുകൾ അല്ലെങ്കിൽ ഈ ചെറിയ ഈ
ഈ ഫംഗസുകളെ എല്ലാം എന്ത് ചെയ്യുന്നു, വ്യത്യസ്തങ്ങളായ കമ്പാർട്ട്മെൻറ്റുകളായിട്ട് അവയുടെ സെല്ലുകളെ വിഭജിക്കുന്നു. ഓർഗനൽസ്, അവയിലുള്ള ഓർഗനൽസിനെ വിഭജിക്കുന്നു. സച്ച് ആസ് ദ ന്യൂക്ലിയസ്, ദ എൻഡോപ്ലാസ്മിക് റെക്റ്റിം, ദ ഗൂഗ്ലി, അപ്പാർച്യൂസ് ആൻഡ് ലൈസോസോം. ഇതെല്ലാം എന്താണെന്നുള്ള കാര്യം ഒരു സെല്ലിനകത്ത് കാണുന്ന സെൽ ഓർഗനൽസിന് ഉദാഹരണങ്ങളാണ്. ഇത് നമ്മളിനി വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് പഠിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ളത്. അപ്പോൾ എന്താണ് പറയുന്നത്, സെൽ ഓർഗനൽസ് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഈ സെൽ ഓർഗനൽസ് ആയിട്ടുള്ള എൻഡോമെംബ്രൈൻ സിസ്റ്റം, അതായത് സെല്ലിൽ വേണ്ടുന്ന എല്ലാ ഓർഗൻസുമുണ്ട്. അവ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് കാണുവാനായിട്ടും സാധിക്കുന്നവയുമാണ്. ഓക്കെ, എക്സാമ്പിൾ ഫോർ ഫംഗസ് ആർ മോൾഡ്സ്, മഷ്റൂംസ്, റസ്റ്റ്, സ്മൂട്ട്സ്, മൈൽഡ്യൂസ് ആൻഡ് ഈസ്റ്റ്. അപ്പോൾ ഈ ഫംഗസിന് വേണ്ടിയിട്ടുള്ള ഉദാഹരണങ്ങൾ ഏതെല്ലാമാണെന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഉദാഹരണങ്ങളെല്ലാം എവിടെയാണ് നമ്മൾ കാണുന്നത്, ഫംഗസിൽ കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവസാനത്തെ കിങ്ഡം ആയിട്ടുള്ള കിങ്ഡം പ്ലാന്റേയാണ് കാണുവാനായിട്ട് പോകുന്നത്. പ്ലാന്റേ ഓർ പ്ലാന്റ് കിങ്ഡം, അതിന് നമ്മൾ ഒന്നുകിൽ പ്ലാന്റേ എന്ന് വിളിക്കാം അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കാം. ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഫോർ ഓൾ പ്ലാന്റ്സ് ഓൺ എർത്ത്. അവ എന്താണ്, എല്ലാ പ്ലാന്റുകൾക്കും വേണ്ടിയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, എല്ലാ പ്ലാന്റുകളെയും അവയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിസം. ഇതെന്താണ് ചെയ്യുന്നത്, വളരെ അധികം ജീവജാലങ്ങളെ ഈ പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മൾ പുറത്തേക്ക് ഒന്ന് നോക്കിക്കഴിയുമ്പോൾ കാണുന്ന എല്ലാ മരങ്ങളും ഈ പ്ലാന്റ് കിങ്ഡത്തിനകത്തുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിസം, അതായത് വളരെയധികം ജീവജാലങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രം സിംഗിൾ സെൽഡ് അലഗെ ടു ജൈൻറ്റ് ട്രീസ്. അപ്പോൾ ഏതൊക്കെയാണ്, ഏകകോശമായ പ്ലാന്റ് ആയ അലഗെ മുതൽ ഏതാണ് ജൈൻറ്റ് വളരെ വലിയ മരം വരെ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ദേ ആർ യുക്രിയോട്ടിക്. അവ എന്താണ്, യുക്രിയോട്ടിക് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഓട്ടോട്രോപ്പിക്. അവ ഓട്ടോട്രോപ്പിക് ആണ്, അതായത് അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ്. ആൻഡ് ഹാവ് എ റിജിഡ് സെൽ വാൾ. അവയുടെ സെല്ലിൻ്റെ വാൾ എങ്ങനെയാണ്, ഭിത്തി എങ്ങനെയാണ്, കോശഭിത്തി എങ്ങനെയാണ്, വളരെ റിജിഡ് അല്ലെങ്കിൽ വളരെ കട്ടി കൂടിയതും വളരെ കൃത്യമായിട്ടുമുള്ളവയാണ്. ഓക്കെ, പ്ലാന്റ്സ് കണ്ടെയ്ൻ ക്ലോറോഫിൽ. അതായത് പ്ലാന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഉൾക്കൊള്ളുന്നു എന്താണ്, ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു ഗ്രീൻ പിഗ്മെൻറ്റ്. അപ്പോൾ വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ക്ലോറോഫിൽ എന്ന് ചോദിച്ചാൽ ഗ്രീൻ ആണ്. പ്ലാന്റിലാണ് ഏത് ഗ്രീൻ പിഗ്മെൻറ്റ് ഏത് കാണുന്നത്, ക്ലോറോഫിൽ കാണപ്പെടുന്നത്. അതിൻ്റെ ഉപയോഗം എന്താണ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. അവ പ്രകാശ സംശ്ലേഷണത്തിന് അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ, സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ആഹാര നിർമ്മാണത്തിന് അവ വളരെ അത്യാവശ്യവുമാണ്. ഏത്, വിച്ച് പിഗ്മെൻറ്റ് ഹെൽപ്പ് ഫോർ ഫോട്ടോസിന്തസിസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതുക ഏതാണ് പിഗ്മെൻറ്റ്, ഏത് പിഗ്മെൻ്റാണ്, പിഗ്മെൻറ്റ് ക്ലോറോഫിലാണ് അവയെ സഹായിക്കുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ ഫോർ പ്ലാന്റ് ആർ, അതായത് ഈ പ്ലാന്റ് എന്ന് പറയുന്ന കിങ്ഡത്തിലുള്ള ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ ചെടികൾക്ക് ഉദാഹരണം നമുക്കൊന്ന് നോക്കാം. വീറ്റ്, മൈസ്, റൈസ്, വാട്ടർമെലൺ എന്ന് വേണ്ട ഏത് ചെടികൾ ഈ ഭൂമിയിലുണ്ടോ ഇവയെല്ലാം നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിലെ അംഗങ്ങളായിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതിപ്പോൾ കോക്കനട്ട് ട്രീ ആണെങ്കിലും നമുക്ക് എടുത്താം, ഓക്കെ, ബനിയൻ ട്രീ ആണെങ്കിലും ഉൾപ്പെടുത്താം, റബ്ബർ പ്ലാന്റ് ആണെങ്കിലും ഉൾപ്പെടുത്താം, കോഫി പ്ലാന്റ് ആണെങ്കിലും ഉൾപ്പെടുത്താം. എന്ന് വേണ്ട എല്ലാ ചെടികളെയും ഈ പ്ലാന്റ് കിങ്ഡത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.